നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് Redmi Note 8 Pro vs Realme XT SpeedTest ആണ്. ഏത് ഫോണായിരിക്കും ഒന്നാമതെത്തുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഉള്ളതെന്നും നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്പീഡ് ടെസ്റ്റ് 2 റൗണ്ടായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ചെറിയ ആപ്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. സെക്കൻഡ് റൗണ്ടിൽ കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആപ്സ് ആണ് നമ്മൾ തുറന്നു നോക്കുക. അപ്പോൾ നമുക്കിനി സ്പീഡ് ടെസ്റ്റിലേക്ക് പോകാം. റീസെൻ്റ് ആപ്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. Redmi Note 8 Pro ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ലാപ്പ് 1 മിനിറ്റും 5 സെക്കൻഡിൽ പൂർത്തിയായിരിക്കുകയാണ്. അതേസമയം Realme XT 2 സെക്കൻഡ് കൂടുതലെടുത്ത് 1 മിനിറ്റും 7 സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് ലാപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലാപ്പിൽ 2 ഫോണുകളുടെയും റാം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ Realme XT നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. Realme XT 1 മിനിറ്റും 41 സെക്കൻഡിൽ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കി. അതേസമയം Redmi Note 8 Pro 2 മിനിറ്റും 9 സെക്കൻഡും എടുത്തിട്ടാണ് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. ഇൻറ്റൻസീവ് ആപ്സ് കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് 2 ഫോണുകളുടെയും പെർഫോമൻസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ PUBG, Call of Duty, Asphalt, PES 2020 എന്ന ഇൻറ്റൻസീവ് ആപ്സ് ആണ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ആപ്സിൻ്റെ ഒപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്.
ഇവിടെ ഇൻറ്റൻസീവ് ആപ്സ് ഓപ്പൺ ചെയ്ത റൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 മിനിറ്റും 50 സെക്കൻഡ് കൊണ്ട് റെഡ്മി നോട്ട് 8 പ്രോ വിജയിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതേസമയം റിയൽമി XT 3 മിനിറ്റും 19 സെക്കൻഡ് എടുത്തിട്ടാണ് ഫസ്റ്റ് ലാപ്പ് സെക്കൻഡ് റൗണ്ടിൽ തീർത്തത്. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോഴാണെങ്കിലും റെഡ്മി നോട്ട് 8 പ്രോ 5.28 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതേസമയം റിയൽമി XT 6 മിനിറ്റ് 9 സെക്കൻഡും എടുത്തിട്ടാണ് സെക്കൻഡ് റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ പെർഫോമൻസ് ഏത് ഫോണാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസീവ് ആപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഗെയിമിങ് അതുപോലെയുള്ള രീതിയിൽ ഇൻറ്റൻസീവ് ആപ്സ് ഒക്കെ യൂസ് ചെയ്ത് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് തരുന്ന റെഡ്മി നോട്ട് 8 പ്രോ ആണ്. അപ്പോൾ ഈ സ്പീഡ് ടെസ്റ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ റിയൽമി XT റെഗുലർ ഫോൺ യൂസേജിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ ഇൻറ്റൻസീവ് അപ്ലിക്കേഷൻസ് അഥവാ ഗെയിമിങ്ങിന് യൂസ് ചെയ്യുകയാണെങ്കിൽ റെഡ്മി നോട്ട് 8 പ്രോ തന്നെയാണ് നല്ലൊരു ബെറ്റർ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗീവ് അവേയിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടാം.